പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ഇന്ന് ഫെബ്രുവരി 28 ശനി. 2 കൊരിന്ത്യർ 8 അധ്യായം 5 വാക്യം. അതും ഞങ്ങൾ വിചാരിച്ചിരുന്നത് പോലെയല്ല, അവർ മുൻപ് തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ, വലിയ നോമ്പിന്റെ 13 ദിവസം നമ്മെ മഹത്തായ ഒരു ആത്മീയ സത്യത്തിലേക്കാണ് ദൈവവചനം നയിക്കുന്നത്. നാം ആദ്യം നമ്മെ തന്നെ കർത്താവിന് ഏൽപ്പിക്കേണ്ടതാണെന്ന ആ സത്യം അപ്പസ്തോലനായ പൗലോസ്ലീഹ മക്കദോന്യ സഭകളെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വചനമാണ് ഇവിടെ കാണുന്നത്. എന്നാൽ ഇവിടെ അവരുടെ ധനസഹായത്തെയോ കഴിവുകളെയോ ആദ്യം പ്രശംസിച്ചില്ല, മറിച്ച് അവർ ആദ്യം സ്വയം കർത്താവിന് സമർപ്പിച്ചതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. കാരണം അതിനുശേഷം മാത്രമാണ് അവരുടെ ദാനം, സേവനം, ത്യാഗം എന്നിവ യഥാർത്ഥ ആത്മീയ മൂല്യം പ്രാപിച്ചത്. നോമ്പ് നമ്മെ സംബന്ധിച്ചിടത്തോളം ആത്മസമർപ്പണത്തിന്റെ കാലമായി തീരണം. കാരണം നാം പലപ്പോഴും ദൈവത്തിന് കുറച്ച് സമയം, കുറച്ച് പ്രാർത്ഥന, കുറച്ച് ദാനം എന്നിങ്ങനെ ചില കാര്യങ്ങൾ മാത്രം നൽകാൻ തയ്യാറാകുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമല്ല, മറിച്ച് നമ്മുടെ മുഴുവൻ ഹൃദയവും ജീവിതവുമാണ്. നാം ദൈവത്തിന് ഒരു മുറിയുടെ ചാവി മാത്രം കൊടുത്താൽ ദൈവം ആ മുറിയിലേക്ക് മാത്രമേ പ്രവേശിക്കൂ. എന്നാൽ ചിന്തകളും വികാരങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉൾപ്പെടെ ഹൃദയത്തിന്റെ എല്ലാ മുറികളും അവൻ ഏൽപ്പിച്ചാൽ നമ്മുടെ ജീവിതം മുഴുവൻ അവന്റെ സാന്നിധ്യത്തോടെ നിറയും. മക്കദോന്യ സഭകൾ ദാരിദ്ര്യത്തിലായിരുന്നുവെങ്കിലും അവർ ആനന്ദത്തോടെ ദാനം ചെയ്തുവെന്ന് വചനത്തിൽ കാണാൻ സാധിക്കും. കാരണം അവർ ആദ്യം സ്വയം ദൈവത്തിന് സമർപ്പിച്ചവരായിരുന്നു. അതുകൊണ്ട് സ്വയം ദൈവത്തിന് കൊടുത്തവൻ ധനം കൊടുക്കുമ്പോൾ അത് നഷ്ടമെന്ന് കരുതുന്നില്ല, സമയം കൊടുക്കുമ്പോൾ ഭാരമെന്ന് കരുതുന്നില്ല, സേവനം ചെയ്യുമ്പോൾ ക്ഷീണമെന്ന് കരുതുന്നില്ല. കാരണം അവൻ ഇനി തൻ്റേതല്ല, പിന്നെയോ ദൈവത്തിൻ്റെയാണ്. അതുകൊണ്ട് ഇന്ന് നാം നമ്മോട് തന്നെ ചോദിക്കണം, ഞാൻ ദൈവത്തിന് എന്താണ് കൊടുക്കുന്നത് എന്നതല്ല, മറിച്ച് ഞാൻ എന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ടോ എന്നതാണ്. കാരണം വലിയ നോമ്പ് നമ്മെ പഠിപ്പിക്കുന്നത് ആദ്യം സമർപ്പണം, പിന്നെ സേവനം, പിന്നെ അനുഗ്രഹം എന്ന ക്രമമാണ്. സമർപ്പണമില്ലാത്ത സേവനം ക്ഷീണിപ്പിക്കും, സമർപ്പണമില്ലാത്ത പ്രാർത്ഥന ശൂന്യമാകും, സമർപ്പണമില്ലാത്ത ദാനം മനുഷ്യപ്രശംസ നേടും. എന്നാൽ സമർപ്പണമുള്ള ഹൃദയം ദൈവഹിതം മാത്രം അന്വേഷിക്കും. ഒരു മണ്ണുപാത്രം അത് മെനയുന്നവന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ മാത്രമേ അതിന് രൂപം ലഭിക്കുകയുള്ളൂ. മണ്ണ് അതിൻ്റെ രൂപം പിടിച്ചു നിൽക്കുകയാണ് എങ്കിൽ ഒരിക്കലും മനോഹരമായൊരു പാത്രമായി തീരാൻ അതിന് സാധിക്കുകയില്ലല്ലോ. അതുപോലെ നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ മാത്രമാണ് അവൻ അതിനെ തൻ്റെ ദിവ്യ ഉദ്ദേശപ്രകാരം രൂപപ്പെടുത്തുകയുള്ളൂ. അതുകൊണ്ട് നോമ്പെന്നത് നമ്മുടെ സ്വയ ഇച്ഛയെ മാറ്റി ദൈവഹിതത്തിന് വഴങ്ങുന്ന ആത്മീയ അനുഭവവും എൻ്റെ ഇഷ്ടം എന്ന വാക്കുമാറ്റി ദൈവഹിതം എന്ന് പറയുന്ന തീരുമാനവുമാണ്. ഈ ദിവസത്തിൽ നമുക്ക് ഒരു തീരുമാനമെടുക്കാം. കർത്താവേ, ഞാൻ നിനക്കായി എന്തെങ്കിലും ചെയ്യാൻ മാത്രം ആഗ്രഹിക്കുന്നില്ല, അതിലുപരി ഞാൻ നിനക്ക് സ്വന്തമായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന സമർപ്പിത മനോഭാവം കൈക്കൊള്ളുവാൻ നമുക്ക് തീരുമാനിക്കാം. കാരണം സ്വയം സമർപ്പിച്ച മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുവല്ലോ. സ്വയം സമർപ്പിച്ച കുടുംബത്തിൽ സമാധാനം വസിക്കുന്നുവല്ലോ. സ്വയം സമർപ്പിച്ച സഭയിൽ ആത്മീയ ഉണർവ് ഉണ്ടാകുന്നുവല്ലോ. അതിനാൽ വലിയ നോമ്പിന്റെ ഈ ദിവസത്തിൽ ഒരു മഹത്തായ ആത്മീയ ചുവടുവയ്പ്പിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ്. ആദ്യം നമ്മെ തന്നെ കർത്താവിന് ഏൽപ്പിക്കുക.
കാരണം ദൈവത്തിന് നമ്മുടെ സമയം മാത്രമോ പണം മാത്രമോ അല്ല വേണ്ടത്, മറിച്ച് അവൻ ആദ്യം ആഗ്രഹിക്കുന്നത് നമ്മെ തന്നെയാണ്. നാം നമ്മെ അവന് കൊടുക്കുമ്പോൾ അവൻ തൻ്റെ കൃപയും സമാധാനവും ശക്തിയും നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുക്കും. അതിനായി നമുക്ക് ശ്രമിക്കാം, പ്രാർത്ഥിക്കാം. കരുണാനിധിയായ കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ഇന്ന് നിനക്കായി സമർപ്പിക്കുന്നു. എൻ്റെ ചിന്തകളും ആഗ്രഹങ്ങളും പദ്ധതികളും നിന്റെ തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ സ്വയ ഇച്ഛയെ നീ പൊളിച്ചെഴുതി നിന്റെ ദൈവഹിതം എന്നിൽ നിറവേറണമേ. നിന്റെ കൃപയാൽ എന്നെ രൂപാന്തരപ്പെടുത്തി നിനക്ക് പ്രസാദകരമായ ജീവിതം നയിക്കാനുള്ള ശക്തി തരണമേ. ഈ നോമ്പുകാലത്തിൽ ആത്മസമർപ്പണത്തിൻ്റെ കാലമായി തീരാൻ അനുവദിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.